ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻസിനെ കുറിച്ചാണ്. ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ ഫയലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് ആണ്. വ്യത്യസ്തങ്ങളായ ഹെഡർ ഫയൽസ് സി ലാംഗ്വേജിൽ അവൈലബിൾ ആണ്. സ്ട്രിംഗ് ലൈബ്രറി ഫങ്ഷൻസ് string.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് വ്യത്യസ്തങ്ങളായ സ്ട്രിംഗ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. സി പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സ്ട്രിംഗ് ഓപ്പറേഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി ലാംഗ്വേജ് നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. string.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫങ്ഷൻസൊക്കെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രധാനപ്പെട്ട ചില സ്ട്രിംഗ് ഫങ്ഷൻസിനെ കുറിച്ച് മാത്രമാണ് ഈ സെഷനിൽ പ്രതിപാദിക്കുന്നത്. strlen, strcpy, strcmp, strcat, strreverse, strrev ഇങ്ങനെ 5 സ്ട്രിംഗ് ഫങ്ഷൻസ് ആണ് ഈ സെഷനിൽ വിശദീകരിക്കുന്നത്. ഒത്തിരി മറ്റ് സ്ട്രിംഗ് ഫങ്ഷൻസും ഈ ഹെഡർ ഫയലിൽ അവൈലബിൾ ആണ്. ആദ്യം strlen, ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് strlen. ഇതിൻ്റെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആയിരിക്കും. നമുക്കറിയാം, ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുമ്പോൾ അവസാനത്തെ ക്യാരക്ടർ \0 ആയിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. എങ്കിലും ഈ \0 സ്ട്രിങ്ങിൻ്റെ ഭാഗമല്ലാത്തതിനാൽ സ്ട്രിംഗ് ലെങ്ത് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റിജർ വാല്യൂവിൽ ഈ \0 കൗണ്ട് ചെയ്യാതെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. അതായത് എക്സാക്ട്ലി ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അതിൻ്റെ ലെങ്താണ് നമുക്ക് ലഭിക്കുക. ഇൻറ്റ് strlen ക്യാരക്ടർ പോയിന്റർ, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഇവിടെ ഇൻറ്റ് സൂചിപ്പിക്കുന്നത് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെയാണ്. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ ആണ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പാരാമീറ്റർ ആണ്. ക്യാരക്ടർ പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് അഡ്രസ് ഓഫ് എ ക്യാരക്ടർ അറേ. ബേസ് അഡ്രസ് ഓഫ് എ ക്യാരക്ടർ അറേ റെപ്രസെൻറ്റ്സ് എ സ്ട്രിങ്. അതുകൊണ്ട് ഇതൊരു സ്ട്രിങ്ങിനെ ആണ് നമ്മൾ പാരാമീറ്ററായിട്ട് കൊടുക്കുക. ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് അത് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു str എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്ത് അതിലേക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ സേവ് ചെയ്തിരിക്കുന്നു. ആ strന്റെ ലെങ്ത് കാണാൻ വേണ്ടി strlen ഉപയോഗിച്ചിരിക്കുന്നു. strlen ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക, str എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. str എന്ന് പറയുന്നത് ബേസ് അഡ്രസ് ആണ്. ബിക്കോസ് അറേ നെയിം റെപ്രസെൻറ്റ്സ് ദ ബേസ് അഡ്രസ് ഓഫ് ദാറ്റ് അറേ. അപ്പോൾ str എന്ന് പറയുന്ന ആ അഡ്രസ്സിലുള്ള അറേയിലുള്ള സ്ട്രിങ് എന്താണോ ആ സ്ട്രിങ്ങിനെ ലെങ്ത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ലെങ്ത്തിനെ ലെങ്ത് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത ലെങ്ത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തൃശ്ശൂർ എന്ന് പറയുന്ന വേർഡിൽ 8 ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമുക്ക് ലഭിക്കുന്നത് 8 ആയിരിക്കും. അടുത്തത് strcpy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇത് കോപ്പി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് strcpy ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കോപ്പി എ സ്ട്രിങ് ഇൻ ടു അനദർ. ടാർഗറ്റ് സ്ട്രിങ്, സോഴ്സ് സ്ട്രിങ്, 2 സ്ട്രിങ് പാരാമീറ്റേഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടാർഗറ്റ് സ്ട്രിങ്ങിൽ സോഴ്സ് സ്ട്രിങ്ങിനെ ഹോൾഡ് ചെയ്യാൻ തക്കതായ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ചെറിയ സ്ട്രിങ്ങിലേക്ക് വലിയ സ്ട്രിങ്ങിനെ കോപ്പി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സിൻടാക്സ് strcpy ക്യാരക്ടർ പോയിന്റർ ക്യാരക്ടർ പോയിന്റർ. അപ്പോൾ 2 പോയിന്റർ വേരിയബിൾസ്, 2 ബേസ് അഡ്രസ്സുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ്ങിൽ നിന്നും ആദ്യത്തെ സ്ട്രിങ്ങിലേക്കായിരിക്കും ഇവിടെ കോപ്പി ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വ്യക്തമാകും. ക്യാരക്ടർ str1 ഈക്വൽ ടു തൃശ്ശൂർ. str1 എന്ന് പറയുന്ന സ്ട്രിങ്ങിലേക്ക് തൃശ്ശൂർ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ സേവ് ചെയ്തിരിക്കുന്നു. അതിന് സൈസ് കൊടുക്കേണ്ടതില്ല, കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സൈസ് കമ്പൈലർ തന്നെ എടുത്തോളും. str2 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 10 ക്യാരക്ടേഴ്സ് വരെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അറേയാണ്, അതായത് ഒരു സ്ട്രിങ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ കോൾ ലൈബ്രറി ഫംഗ്ഷൻ കോളാണ്. strcpy str2, str1. str1 എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ്ങിനെ str2ലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ str1ൽ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ്, അത് str2ലേക്ക് കോപ്പി ചെയ്യും. കോപ്പി ചെയ്ത സ്ട്രിങ്ങിനെ നമ്മൾ printf ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. str2 തൃശ്ശൂർ എന്ന് തന്നെ പ്രിന്റ് ചെയ്യുന്ന ഒരു ചെറിയ എക്സാമ്പിൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത strcmp 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് ഒരുപക്ഷെ രണ്ടാമത്തെ സ്ട്രിങ്ങുമായിട്ട് ഈക്വൽ ആയിരിക്കാം,
ചിലപ്പോൾ ഒരു സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ വലുതായിരിക്കാം, ചിലപ്പോൾ ഒരു സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാൾ ചെറുതായിരിക്കാം. ഇങ്ങനെ വലുതാണോ ചെറുതാണോ അല്ലെങ്കിൽ ഈക്വലാണോ, ഇങ്ങനെ 3 സാധ്യതകളാണ് ഈ strcmp ഫംഗ്ഷനിൽ പരിശോധിക്കപ്പെടുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ 3 കണ്ടീഷനും 3 വാല്യൂ ആയിരിക്കും നമുക്ക് ലഭിക്കുക. 2 സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. നമുക്ക് മറ്റുള്ള 2 കേസുകളും കൂടി നോക്കാം. എങ്ങനെയാണ് കമ്പാരിസൺ നടക്കുന്നത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ആസ്കി വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കമ്പാരിസൺ നടക്കുന്നത്. ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ഒരു ന്യൂമറിക് വാല്യൂ ആണ്. ഉദാഹരണത്തിന് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ലെറ്റർ ആൽഫബറ്റിൻ്റെ ആസ്കി വാല്യൂ 65 ആണ്. സ്മോൾ എ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്മോൾ എ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ എ, കാരണം 97 ഈസ് ഗ്രേറ്റർ ദാൻ 65. ഈ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടക്കുന്നത്. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂ ആസ്കി വാല്യൂ ഏതാണെന്ന് നോക്കുകയും അതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. സിൻടാക്സ് ഇതാണ്. ഇൻറ്റ് strcat ക്യാരക്ടർ പോയിന്റർ 2 സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. s2 s1 s1ഉം s2ഉം കൂടി കമ്പയർ ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഇവിടെ 3 പോസിബിലിറ്റിയെ പറ്റിയും പറയുന്നുണ്ട്. ഇഫ് 2 strings ആർ ഈക്വൽ റിട്ടേൺ വാല്യൂ ഇസ് 0. രണ്ടും ഈക്വൽ ആണെങ്കിൽ റിട്ടേൺ വാല്യൂ 0 ആയിരിക്കും. s1 ലെസ് ദാൻ s2. s1 എന്ന് പറയുന്നത് ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ്ങിനേക്കാളും ചെറുതാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എങ്ങനെയാണ് നെഗറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യാനായിട്ട്? ഏത് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവ് വാല്യൂ ഏത് വേണമെങ്കിലും ആകാം. ആ നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് ഇങ്ങനെയാണ്. ആസ്കി ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ. ആദ്യമായിട്ട് നോൺ മാച്ചിങ് ക്യാരക്ടർ കാണുമ്പോൾ അതിലെ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ആസ്കി വാല്യൂവും സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ആസ്കി വാല്യൂവും കൂടി സബ്ട്രാക്ട് ചെയ്യും. ആ ഡിഫറൻസ് വാല്യൂ ആയിരിക്കും നെഗറ്റീവ് വാല്യൂ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ s1 ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും s1ലുള്ള ആസ്കി വാല്യൂ മൈനസ് s2ൻ്റെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് s2 ലെസ് ദാൻ s1 എന്ന് പറയുന്ന കേസും. അവിടെയാണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇതും ആസ്കി ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടർ എന്ന് പറയാനുള്ള കാരണം, ഏതെങ്കിലും ഒരു ക്യാരക്ടർ നോൺ മാച്ചിങ് ആയിക്കഴിഞ്ഞാൽ സ്ട്രിങ് നോട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഏതാണ് വലുതെന്ന് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് സ്ട്രിങ്ങിൻ്റെ സോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ സ്ട്രിങ് കമ്പയർ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈ സെഷനിൽ തന്നെ നമ്മൾ ഒരു സോർട്ടിംഗ് പ്രോഗ്രാം കൂടി പറയുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാം അതിന് മുമ്പായിട്ട് strcmpയുടെ ഉപയോഗം കാണിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നു. string.h ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. മെയിൻ പ്രോഗ്രാം, അതുപോലെ തന്നെ ക്യാരക്ടർ s1 s2 2 സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഒരു ഫ്ലാഗ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അതെന്തിനാണെന്ന് മനസ്സിലാക്കാം. ഗെറ്റ്സ് s1 ഗെറ്റ്സ് s2 2 സ്ട്രിങ്ങിനെയും ഇൻപുട്ട് ചെയ്യുന്നു. ഫ്ലാഗ് ഈക്വൽ ടു strcmp s1, s2. ഇവിടെയാണ് കമ്പാരിസൺ നടക്കുന്നത്. s1ഉം s2ഉം കൂടി കമ്പയർ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻറ്റിജർ വാല്യൂ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാഗിൻ്റെ വാല്യൂ വിൽ ബി എയ്തർ 0 ഓർ നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുകയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച്. ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 പ്രിൻ്റ് ഓഫ് സ്ട്രിങ്സ് ആർ ഈക്വൽ. എൽസ് ഈ ഫ്ലാഗ് ഗ്രേറ്റർ ദാൻ 0 പ്രിൻ്റ് ഓഫ് സ്ട്രിങ് 1 ഈസ് ബിഗ്. എൽസ് പ്രിൻ്റ് ഓഫ് സ്ട്രിങ് 2 ഈസ് ബിഗ്. അപ്പോൾ 3 കേസുകളും ഇവിടെ പരിശോധിക്കപ്പെടും. ഒരൊറ്റ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലാഗ് 0 ആണെങ്കിൽ ഈക്വൽ ആണെന്ന് പറയുന്നു. അങ്ങനെയല്ല എങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബിഗ് ആണെന്ന് പറയുന്നു. str1 ഈസ് ബിഗ് എന്ന് പറയുന്നു. അതല്ല എങ്കിൽ str2 ഈസ് ബിഗ് എന്ന് പറയുന്നു. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി മാത്രം. അടുത്ത ഫംഗ്ഷൻ strcat, കോൺകാറ്റനേറ്റ് അല്ലെങ്കിൽ ജോയിൻ എ സ്ട്രിങ് അറ്റ് ദ എൻഡ് ഓഫ് അനദർ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്തേക്ക് മറ്റൊരു സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്ത് വെക്കുന്നതിനാണ് കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcat. അപ്പോൾ ടാർഗറ്റ് സ്ട്രിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഓപ്പറേഷന് ശേഷം വലുതായിരിക്കും. മീൻസ് 2 സ്ട്രിങ്ങിനും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ടാർഗറ്റ് സ്ട്രിങ്ങിൻ്റെ സൈസ് കൂടാൻ സാധ്യതയുണ്ട്, കൂടും. അങ്ങനെ കൂടുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സ്ട്രിങ്ങിനെ കൂടി ഓക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള സ്പേസ് ടാർഗറ്റ് സ്ട്രിങ്ങിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇത് പ്രോഗ്രാംസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. സിൻടാക്സ് ഇതാണ്. strcat ടാർഗറ്റ് സോഴ്സ്. ഇപ്പോൾ രണ്ടാമത്തെ സ്ട്രിങ് ക്യാരക്ടർ പോയിൻ്ററാണ്, ആദ്യത്തെ സ്ട്രിങ്ങും ക്യാരക്ടർ പോയിൻ്ററാണ്.
രണ്ടാമത്തെ സ്ട്രിങ്ങിനെ ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ ഒരു സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യുക. അതിൻ്റെ ഈ എക്സാമ്പിളിലൂടെ നമുക്കിത് മനസ്സിലാകും. ഇവിടെ നോക്കുക, 2 സ്ട്രിങ് കൊടുത്തിരിക്കുന്നു. ഒന്ന് str1 ഗുഡ് മോർണിംഗ്, str2 ഹലോ, str_cat, str2, str1. ഇവിടെയാണ് ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ str1ൻ്റെ വാല്യൂ str2വിൻ്റെ എൻഡിലേക്ക് കമ്പൈൻ ചെയ്യും. അതായത് str2വിലുള്ളത് ഹെലോ ആണ്. ഹെലോ കഴിഞ്ഞിട്ട് ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് str2വിലുള്ള പുതിയ വാല്യൂ ഹലോ ഗുഡ് മോർണിംഗ് എന്നായിരിക്കും. ഹലോ ഗുഡ് മോർണിംഗ്. str2വിൻ്റെ സൈസ് ശ്രദ്ധിക്കുക, 20 കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന വേർഡും കൂടി നമുക്കിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന വാല്യൂ str2വിലേക്ക് സ്റ്റോർ ചെയ്യുകയും അതിനെ പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഹൗ ടു യൂസ് strcat. str റിവേഴ്സ്, ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് str റിവേഴ്സ്. ഇവിടെ റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് ആണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് ഇതാണ്. ക്യാരക്ടർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വാല്യൂ ക്യാരക്ടർ പോയിൻ്ററാണ്. ഒരു സ്ട്രിങ്ങിൻ്റെ ബേസ് അഡ്രസ് ആണ് റിട്ടേൺ ചെയ്യുക. str റിവേഴ്സ് അതിൻ്റെ പാരാമീറ്ററും ഒരു ക്യാരക്ടർ പോയിൻ്ററാണ്. അപ്പോൾ ഈ str റിവ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മളൊരു സ്ട്രിങ്ങിനെ കൊടുക്കും. ആ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്തിട്ട് മറ്റൊരു സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യും. എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്യാരക്ടർ str തൃശ്ശൂർ, ഒരു തൃശ്ശൂർ എന്ന് പറയുന്ന വേർഡ് str-ലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ റിവേഴ്സിനെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത്. str റിവേഴ്സ് str. അപ്പോൾ അവിടെ റിട്ടേൺ ചെയ്തു വരുന്ന വാല്യൂ ഇപ്പോഴുള്ള str-ലുള്ള റിവേഴ്സ് ആയിരിക്കും. അതായത് തൃശ്ശൂരിനെ റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ചെയ്യും. താഴെ നമ്മളതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് str റിവേഴ്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പ്രോഗ്രാം നോക്കാം. ഒരു സെൻറ്റൻസിൽ നിന്നും എല്ലാ വവൽസിനെയും റിമൂവ് ചെയ്ത് പ്രിൻ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടറും വവലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. പ്രോഗ്രാമിലേക്ക് വരാം. നമ്മൾ സ്ട്രിങ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് string.h കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഈ കാണുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതിൻ്റെ പേര് ചെക്ക് വവൽ. അതിൻ്റെ പാരാമീറ്ററായിട്ട് ഇതിലേക്ക് വരുന്നത് ക്യാരക്ടർ വേരിയബിളാണ്, ക്യാരക്ടർ ഡാറ്റയാണ്. അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ch എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി കൊടുത്തിരിക്കുന്നു. ഈ വേരിയബിൾ ഈ ഫംഗ്ഷനകത്ത് വന്നിട്ട് അത് വവലാണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് ഈ ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ട് വരുന്ന വേരിയബിൾ ഒരു വവലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈഫ് സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വവലാണെങ്കിൽ ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു 1 വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് 1 റെപ്രസെൻറ്റ്സ് എ ട്രൂ വാല്യൂ. അങ്ങനെയല്ല എങ്കിൽ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു 0 വാല്യൂ ആയിരിക്കും. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫംഗ്ഷൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റാണ് ഈ കാണുന്നത്. ഈ ഫംഗ്ഷനിൽ നിന്നും 1 അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്ത് മെയിൻ പ്രോഗ്രാമിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പോയിന്റിലേക്ക് ലഭിക്കുന്നതാണ്. മെയിൻ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കൂടി നോക്കാം. മെയിൻ പ്രോഗ്രാമിൽ 2 സ്ട്രിങ്ങുകളെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഒന്ന് ക്യാരക്ടർ അറേയാണ്, എസ് ആൻഡ് ടി. അതുപോലെ തന്നെ രണ്ടിനും പ്രത്യേകം ഇൻഡെക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു, ഐ ആൻഡ് ജെ. എസ് എന്ന് പറയുന്ന അറേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ഐ ആണ്. ടിക്ക് വേണ്ടി ജെയും ഉപയോഗിക്കുന്നു. സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു, ഗെറ്റ്സ് എസ്. ലൂപ്പ് പതിവ് പോലെ സ്ട്രിങ്ങിൻ്റെ ലൂപ്പ് വേരിയബിളാണ് വൈൽ എസ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു \0. എസ്സിലെ ലാസ്റ്റ് ക്യാരക്ടർ \0 ആകുന്നവരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഈ ലൂപ്പിനകത്ത് വരുമ്പോൾ ആദ്യത്തെ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് 1 by 1 ആയിട്ട് എടുത്ത് വവലാണോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണുന്നത്. ഇഫ് ചെക്ക് വവൽ ഫംഗ്ഷൻ കോളാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ വിളിക്കുന്നു. പാരാമീറ്റർ ആയിട്ട് എസ് ഓഫ് ഐ ആണ് സെൻഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഫംഗ്ഷൻ്റെ കോളിംഗ് പാരാമീറ്റർ അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് എസ് ഓഫ് ഐ. ഓരോ ക്യാരക്ടേഴ്സും ഇവിടെ ചെക്ക് വവൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യും. അവിടെ നിന്നൊരു വാല്യൂ തിരിച്ചു വരും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ തിരിച്ചു വരുന്ന വാല്യൂ ഒരുപക്ഷെ 0 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആയിരിക്കാം. ഇവിടെ കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത ക്യാരക്ടർ വവ്വലല്ല എന്നാണ്. അല്ല
തിരിച്ചു വരുന്ന വാല്യൂ അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഇത് വവ്വലാണെന്നാണ്. അപ്പോൾ വവ്വലല്ല എങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിനെ ടി എന്ന് പറയുന്ന ക്യാരക്ടർ അറയിലേക്ക് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ ടി ഓഫ് ജെ ഈക്വൽ ടു എസ് ഓഫ് ഐ. അതോടൊപ്പം തന്നെ അടുത്ത ക്യാരക്ടർ കോപ്പി ചെയ്യാൻ ടി എന്ന് പറയുന്ന അറയെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ജെ വേരിയബിളിനെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് വേരിയബിൾ 1 ഇൻക്രിമെൻ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ 2 കാര്യങ്ങളായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ I++ ആണ് ലൂപ്പിനകത്തുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് I++. അതിനുശേഷം ലൂപ്പ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. I++ എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻപുട്ട് ചെയ്ത സെൻറ്റൻസിൻ്റെ ഇൻഡെക്സ് വേരിയബിൾ I ആണ്. അടുത്ത ക്യാരക്ടറിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഡെക്സ് വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ വീണ്ടും ഈ ലൂപ്പിലേക്ക് എത്തും. ആ ലൂപ്പിൽ അടുത്ത ക്യാരക്ടർ \0 ആണെന്ന് നോക്കും. ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. ഓരോ ക്യാരക്ടേഴ്സിനെയും എടുത്ത് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നത് ആദ്യ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ \0 ആകുമ്പോഴാണ്. അതായത് എൻഡ് ഓഫ് ദ സ്ട്രിങ് ആകുമ്പോൾ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുകയും എക്സിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് കൂടി നോക്കാം. ഇവിടെ ടി ഓഫ് ജെ ഈക്വൽ ടു \0 എന്ന് കൊടുത്തിരിക്കുന്നു. കാരണം ഈ ടി എന്ന് പറയുന്ന അറയിലേക്ക് നമ്മൾ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ടാണ് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇതിനെ ഒരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ക്യാരക്ടർ \0 നമ്മൾ തന്നെ, അതായത് പ്രോഗ്രാമർ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് വേരിയബിളിൻ്റെ വാല്യൂ ഈ സ്ട്രിങ്ങിൻ്റെ അവസാന ഭാഗത്ത് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് നമുക്ക് ടി ഓഫ് ജെ ഈക്വൽ ടു \0 എന്ന് കൊടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ സ്ട്രിങ്ങിനെ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ്. വവൽസ് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുകയാണ്. ദെൻ എൻഡ് ഓഫ് ദ മെയിൻ പ്രോഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. മറ്റ് പ്രോഗ്രാമുകളിൽ നിന്നും നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നു. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ മെയിൻ പ്രോഗ്രാമിന് മുൻപ് കൊടുക്കാം. ചില കമ്പൈലറുകളിൽ മെയിൻ പ്രോഗ്രാമിൻ്റെ ശേഷമാണ് കൊടുക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് ഇവിടെ കൊടുക്കേണ്ടി വരും. അവസാനം ഒരു സെമിക്കോളൻ കൂടി കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം മെയിൻ പ്രോഗ്രാം ആരംഭിക്കാം. ഇവിടെ ഫംഗ്ഷൻ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മറ്റൊരു പ്രോഗ്രാം നോക്കാം. ഒരു സ്ട്രിങ് അറേ എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല ആപ്ലിക്കേഷനുകളിലും സെറ്റ് ഓഫ് സ്ട്രിങ്സിനെ സോർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലുള്ള പേരുകളെ സോർട്ട് ചെയ്തെടുക്കേണ്ടി വരാം. അതുപോലെ ഡാറ്റാബേസുകളിൽ സാധാരണയായി നമ്മൾ ഇത്തരത്തിലാണ് സ്ട്രിങ് വാല്യൂസിനെ സോർട്ട് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് സോർട്ടിംഗ് സി ലാംഗ്വേജിൽ ചെയ്യുന്നത് എന്നാണ് ഈ പ്രോഗ്രാമിലൂടെ പഠിപ്പിക്കുന്നത്. ഇവിടെ സ്ട്രിങ് .h ആവശ്യമുള്ളത് കൊണ്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാരണം സ്ട്രിങ് .h ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം പല ഫങ്ഷൻസും സ്ട്രിങ്ങിൻ്റെ ലൈബ്രറി ഫങ്ഷൻസും നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ stdio.h സ്ട്രിങ് .h ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. മെയിൻ പ്രോഗ്രാമിൽ നമ്മൾ 2 ഇൻഡെക്സ് വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് വേരിയബിൾസ് ഐ, ജെ, കൗണ്ട് 3 വേരിയബിൾസ് ആണ് ഇവിടെ ഇൻറ്റീജർ വേരിയബിൾസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഐയും ജെയും ഇൻഡെക്സ് വേരിയബിൾസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കൗണ്ട് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എത്ര സ്ട്രിങ്സിനെയാണ് ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹൗ മെനി സ്ട്രിങ്സ് യു ആർ ഗോയിങ് ടു എൻറ്റർ. അതിൽ ഒരു കൗണ്ട് ഇൻപുട്ട് ചെയ്തിരിക്കുകയാണ്. ആ കൗണ്ടിനനുസരിച്ച് നമ്മളിനി വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ 5 സ്ട്രിങ്ങിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. 10 ആണ് കൊടുക്കുന്നതെങ്കിൽ 10 സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ എൻ്റർ സ്ട്രിങ്സ് 1 by 1 എന്ന് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പുട്സ് ഫംഗ്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രിൻ്റ് ഉപയോഗിച്ചും ഇത് നമുക്ക് എഴുതാം. ഫോർ i equal to 0, i less than count, i++. scanf percentages stri. ഇത് മനസ്സിലായി കാണും. സ്ട്രിങ് അറയിലേക്ക് വാല്യൂസിനെ ഇൻപുട്ട് ചെയ്യാനാണ്. ഇവിടെ ശ്രദ്ധിക്കുക, str എന്ന് പറയുന്നത് ഒരു 2 dimensional അറയാണ്. അതിൽ 25 റോ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓരോ പേരിനും 25 ക്യാരക്ടർ വരെ ലെങ്ത്തും നമുക്ക് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രിങ് അറേ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഡയമെൻഷണൽ അറേ ആണെങ്കിലും ഇവിടെ stri എന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആദ്യത്തെ റോയിലേക്കാണ് ആദ്യം നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുക. കാരണം i വാല്യൂ 0 ആയിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ആ സമയത്ത് ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത് stri. അപ്പോൾ str0 എന്ന് പറയുന്നത് 0th റോ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രിങ് ആയിട്ടാണ് ഒരു റോ നമ്മളിവിടെ കണക്കാക്കുന്നത്. അങ്ങനെയാണ് സി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റോ മുഴുവനായിട്ട് ഇൻപുട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന സ്ട്രിങ്ങിനെ ആദ്യത്തെ റോയിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഇവിടെ ബ്രാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഫോർ ലൂപ്പിനുള്ളിലുള്ളൂ. അതുകൊണ്ട് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 5 കൗണ്ടിൻ്റെ വാല്യൂ എങ്കിൽ, അല്ലെങ്കിൽ 10 എത്രയാണോ കൗണ്ടിൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അത്രയും തവണ റിപ്പീറ്റ് ചെയ്യുകയും ആദ്യം 0th റോയിലേക്ക് ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യും, പിന്നീട് 1ാമത്തെ റോയിലേക്ക് സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യും, 2ാമത്തെ റോയിലേക്ക്, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എല്ലാ റോയിലേക്കും നമ്മൾ ആവശ്യമുള്ള എല്ലാ റോയിലേക്കും വാല്യൂസ് ഇൻപുട്ട് ചെയ്യും. പരമാവധി കൊടുക്കാൻ സാധിക്കുന്നത് 25 ആണ്. കാരണം ഇവിടെ നമ്മൾ 25 ആണ് റോ നമ്പേഴ്സ് മാക്സിമം കൊടുത്തിട്ടുള്ളത്. ഇൻപുട്ട് ചെയ്ത് കിട്ടിയ 2 ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ സ്ട്രിങ് അറേ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ സോർട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. 2 ലൂപ്പ് ഉപയോഗിച്ച് മാത്രമേ സോർട്ടിംഗ് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചു കാണും. ഇൻറ്റിജർ വാല്യൂസിനെ സോർട്ട് ചെയ്യുന്ന ബബിൾ സോർട്ട് അൽഗോരിതം ഒക്കെ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതേ ലോജിക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇവിടെ കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. ആദ്യത്തെ ലൂപ്പാണ് ഈ കാണുന്നത്. ഫോർ i ഈക്വൽ ടു 0 i ലെസ് ദാൻ കൗണ്ട് i പ്ലസ് പ്ലസ്. ഫോർ j ഈക്വൽ ടു i പ്ലസ് 1, അതായത് ith വാല്യൂ 0th റോ എടുക്കുമ്പോൾ 1ാമത്തെ റോ മുതൽ അവസാനം വരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് j ഈക്വൽ ടു i പ്ലസ് 1 ഇതിൽ തുടങ്ങുന്നത്. ജെയുടെ ഇനിഷ്യൽ വാല്യൂ i പ്ലസ് 1 ആയിരിക്കും എപ്പോഴും. അതായത് റോ 1 ബേസ് വാല്യൂ ആയിട്ട് എടുത്ത് നമ്മൾ സോർട്ടിങ്ങിന് വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ ജെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ അടുത്ത റോ മുതൽ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൂപ്പ് കൊടുത്തിട്ടുള്ളത്. അത് സോർട്ടിംഗ് അൽഗോരിതം പഠിച്ചപ്പോൾ വ്യക്തമായി കാണണം. ഇതിൻ്റെ ഉള്ളിലുള്ള ചെക്കിംഗ് ഇതാണ്. ഈ strcmp നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫംഗ്ഷനാണ് strcmp. strcmp എന്ന് പറയുന്ന ഫംഗ്ഷനിൽ 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യും. ആ 2 സ്ട്രിങ്ങും ഫസ്റ്റ് സ്ട്രിങ് ഗ്രേറ്റർ ആണെങ്കിൽ അതിന് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 0 ആയിരിക്കും strcmp. അപ്പോൾ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടുന്നതെങ്കിൽ 1ാമത്തെ സ്ട്രിങ് ആണ് വലുതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ 2 സ്ട്രിങ്ങിനെയും എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്ട്രിങ്ങിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വേരിയബിളിലേക്ക് കോപ്പി ചെയ്യുകയാണ് strcpy ഫോർ കോപ്പിങ് എ സ്ട്രിങ് ഫ്രം വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. അപ്പോൾ stri എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്, അതിനെ ടെമ്പിലേക്ക് കോപ്പി ചെയ്യുന്നു.striയിലേക്ക് strj കോപ്പി ചെയ്യുന്നു, അതായത് 2 സ്ട്രിങ്ങുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം strcpy എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും കൊടുത്തിരിക്കുകയാണ് ടെമ്പിനെ ഇതിലേക്ക് കോപ്പി ചെയ്യുന്നു. 2 വാല്യൂസിനെ 2 സ്ട്രിങ്ങിനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന ലോജിക്കാണ്, സ്വാപ്പ് ലോജിക്കാണ്. നമ്മൾ ഇതിനു മുമ്പ് ഏതെങ്കിലും സോർട്ടിംഗ് പ്രോഗ്രാമിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലോജിക്ക് തന്നെയാണ്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഈ സ്വാപ്പിംഗ് നടത്തിയതിന് ശേഷം ലൂപ്പിനെ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഈ ലൂപ്പ് സോർട്ടിംഗ് അൽഗോരിതം ഉപയോഗിച്ച് ഈ നെസ്റ്റഡ് ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയും അതിനുശേഷം സ്ട്രിങ് അറേ സോർട്ടഡ് ഫോമിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. സോർട്ടഡ് ഫോമിൽ കിട്ടിയ സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ താഴെ അടുത്ത ഫോർ ലൂപ്പ് എഴുതിയിട്ടുള്ളത്. ഫോർ i ഈക്വൽ ടു 0 i ലെസ് ദാൻ കൗണ്ട് i പ്ലസ് പ്ലസ് പുട്സ് stri എന്ന് പറയുമ്പോൾ ഓരോ സ്ട്രിങ്ങും നമ്മൾ അറയിൽ നിന്ന് എടുത്ത് പ്രിന്റ് ചെയ്യും. ആ സെയിം അറയിൽ തന്നെയാണ് str എന്ന് പറയുന്ന അറയിൽ തന്നെയാണ് സോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് അതിലുള്ള വാല്യൂസിനെ 0 to നമ്മൾ കൗണ്ട് എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത്രയും തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. 5 സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 സ്ട്രിങ്ങിനെയും സോർട്ട് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പ്രോഗ്രാം സോർട്ടിംഗ് അൽഗോരിതം പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. 2 ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രമേ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. പുതിയതായിട്ട് strcmp ടു കമ്പയർ 2 strings ആൻഡ് strcpy ടു കോപ്പി സ്ട്രിങ്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയവർക്ക് നമുക്കിത് കൃത്യമായ രീതിയിൽ ഈ പ്രോഗ്രാമിനെ എഴുതി കമ്പൈൽ ചെയ്ത് റിസൾട്ട് കിട്ടുന്നതാണ്. ലാബ് എക്സാമിനും അതുപോലെ തന്നെ തിയറി എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്.
ഈ പ്രോഗ്രാം ഒരു സ്ട്രിങ്ങിനെ പാലൻഡ്രോം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. പാലൻഡ്രോം ഫംഗ്ഷനിൽ നിന്നും ഒരു ട്രൂ വാല്യൂ അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ റിട്ടേൺ ചെയ്യുന്ന രീതിയിലാണ് ഈ ഫംഗ്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ മെയിൻ പ്രോഗ്രാമിന് ശേഷമാണ് എഴുതിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുകളും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പായിട്ട് ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണെന്നും ഫംഗ്ഷൻ നെയിം എന്താണെന്നും പാരാമീറ്റർ ടൈപ്പ് എന്താണെന്നും പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻഡ് ഈസ് പാലൻഡ്രോം എന്ന് പറയുന്നത് ഇവിടുത്തെ ഫംഗ്ഷൻ്റെ നെയിമാണ്. ക്യാരക്ടർ സ്റ്റാർ എന്ന് പറയുന്നത് പാരാമീറ്റർ ടൈപ്പാണ്. ക്യാരക്ടർ പോയിന്റർ ആയതുകൊണ്ടാണ്, ക്യാരക്ടർ അറേ അല്ലെങ്കിൽ ക്യാരക്ടർ പോയിന്റർ ആയതുകൊണ്ടാണ് അതിനെ ക്യാരക്ടർ സ്റ്റാർ എന്ന് കൊടുത്തിട്ടുള്ളത്. മെയിൻ പ്രോഗ്രാമിൽ ഒരു സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. str20 ക്യാരക്ടേഴ്സ് വരെ കൊടുക്കാവുന്ന ഒരു സ്ട്രിങ് ആണ്. ഗെറ്റ്സ് str എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു. സിമ്പിളായിട്ടൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇഫ് ഈസ് പാലൻഡ്രോം str. ഈസ് പാലൻഡ്രോം എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കോൾ ആണെന്ന് മനസ്സിലായി കാണും. ഒരു ലൈബ്രറി ഫംഗ്ഷൻ അല്ല, ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈസ് പാലൻഡ്രോമിലേക്ക് പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിന്റെ അഡ്രസ്സാണ്, ബേസ് അഡ്രസ് str. ആ str-നെ അവിടെ റിസീവ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ പോയിന്ററിലേക്ക് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിലെ ക്യാരക്ടർ പോയിന്ററായിട്ട് പാരാമീറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഈ str എന്ന് പറയുന്ന സ്ട്രിങ് ഫംഗ്ഷന്റെ ക്യാരക്ടർ പോയിന്ററിലേക്കായിരിക്കും പാസ് ചെയ്യുന്നത്. ബേസ് അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നേരത്തെ പറഞ്ഞതുപോലെ 1 ആണ് റിട്ടേൺ ചെയ്തു വരുന്നതെങ്കിൽ അത് പാലൻഡ്രോം ആണെന്ന് പ്രിന്റ് ചെയ്യും. 0 ആണ് റിട്ടേൺ ചെയ്തു വരുന്നതെങ്കിൽ നോട്ട് പാലൻഡ്രോം എന്ന് പ്രിന്റ് ചെയ്യും. ആ രീതിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോഗ്രാം ഇവിടെ കഴിയുകയാണ്. ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ മെയിൻ പ്രോഗ്രാമിന്റെ ഉള്ളിലുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പാലൻഡ്രോം ചെക്കിംഗ് എല്ലാം തന്നെ നടക്കുന്നത് ഫംഗ്ഷനകത്താണ്. ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഹെഡിങ് നോക്കുക. റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ്. പ്രോട്ടോടൈപ്പിൽ പറഞ്ഞ അതേ റിട്ടേൺ ടൈപ്പ് തന്നെ വേണം ഇവിടെയും കൊടുക്കാൻ. ഈസ് പാലൻഡ്രോം ഫംഗ്ഷൻ നെയിം, ക്യാരക്ടർ പോയിന്റർ ഒരു വേരിയബിൾ കൂടി കൊടുക്കണം. പ്രോട്ടോടൈപ്പിൽ വേരിയബിൾ നിർബന്ധമല്ല, പക്ഷേ ഫംഗ്ഷൻ ഹെഡിങ്ങിൽ ഒരു വേരിയബിൾ നിർബന്ധമാണ്. കാരണം ഈ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റുകൾ എഴുതാൻ പോകുന്നത്. ഇപ്പൊ ക്യാരക്ടർ പോയിന്റർ s എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫംഗ്ഷൻ ഹെഡിങ് ആണ്, അതുകൊണ്ട് സെമിക്കോളന്റെ ആവശ്യമില്ല. പക്ഷേ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ ഒരു സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് തന്നെ വരാം. ഇവിടെ ഒരു വേരിയബിൾ ലെങ്ത് l=0, h എന്ന് പറയുന്ന മറ്റൊരു വേരിയബിളും കൂടി എടുത്തിരിക്കുന്നു. അതിന്റെ വാല്യൂ, ഇനീഷ്യൽ വാല്യൂ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ് ഇപ്പോൾ ഫംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. s-ലാണ് അത് വന്നിട്ടുള്ളത്. ആ s-ന്റെ ലെങ്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. കാരണം ലെങ്ത് കിട്ടുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാരക്ടർ ഇൻഡെക്സ് വാല്യൂ കിട്ടണമെങ്കിൽ അതിൽ നിന്നും 1 മൈനസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സ്ട്രിങ് ആരംഭിക്കുന്നത് 0-ൽ നിന്നായതുകൊണ്ട്. ഇവിടെ ഈ 2 വാല്യൂസ് എടുക്കുന്നത്, അതായത് അറേയുടെ ഫസ്റ്റ് പൊസിഷനും ലാസ്റ്റ് പൊസിഷനുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ലോജിക് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും ക്യാരക്ടറിനെ കമ്പയർ ചെയ്യുന്നു. പിന്നീട് രണ്ടാമത്തെയും അവസാനത്തതിന് മുമ്പുള്ള ക്യാരക്ടറിനെയും കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്ത് ഒരു ഇൻഡെക്സ് പോയിന്റർ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ഇൻഡെക്സ് പോയിന്റർ പിറകോട്ട് വരുന്ന രീതിയിലാണ്. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ അത് പാലൻഡ്രോം ആകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. എപ്പോഴെങ്കിലും നോട്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് പാലൻഡ്രോം അല്ല എന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിട്ടേൺ 0 കൊടുത്ത് ഫംഗ്ഷൻ അവസാനിപ്പിക്കും.
അവസാനം വരെ ലൂപ്പ് എല്ലാ ക്യാരക്ടേഴ്സും ചെക്ക് ചെയ്ത് കഴിയുമ്പോഴും ഒരിക്കൽ പോലും ഫോൾസ് വന്നിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്ട്രിങ് പാലൻഡ്രോം ആണെന്നാണ്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു പാലൻഡ്രോം സ്ട്രിങ് ആണ് മലയാളം എന്ന് പറയുന്നത്. അതുപയോഗിച്ച് ഈ ലോജിക്കിനെ നിങ്ങൾക്ക് മാനുവലായിട്ട് പേപ്പറിൽ തന്നെ എഴുതി ചെയ്ത് നോക്കാവുന്നതാണ്. വൈൽ എച്ച് ഗ്രേറ്റർ ദാൻ എൽ, അതായത് എച്ച് എന്ന് പറയുന്നത് ലാസ്റ്റ് പൊസിഷനാണ്, എൽ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ ലാസ്റ്റ് പൊസിഷൻ പുറകോട്ടാണ് വരുന്നത്, ഫസ്റ്റ് പൊസിഷൻ പ്ലസ് വീതം ഇൻക്രിമെൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് സ്ട്രിങ്ങിൻ്റെ സെൻറ്റർ പോയിന്റിലെത്തുമ്പോൾ എൽ എന്ന് പറയുന്ന വാല്യൂ എച്ചിനേക്കാൾ വലുതായിട്ട് മാറും. എച്ച് കുറഞ്ഞു വരുന്നു, എൽ കൂടി വരുന്നു. കൂടി വരുന്ന എൽ സെൻറ്റർ സ്ട്രിങ്ങിൻ്റെ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഒന്നുകിൽ അത് രണ്ടും ഈക്വലാകും, അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് എച്ചിനേക്കാളും വലുതാകും. ആ സമയത്താണ് ഈ ലൂപ്പ് അവസാനിക്കുക. ഇവിടെ ലൂപ്പ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, വൈൽ എച്ച് ഗ്രേറ്റർ ദാൻ എൽ. അപ്പോൾ എച്ച് എപ്പോഴൊക്കെ എല്ലിനേക്കാളും വലുതായിരിക്കുന്നോ അപ്പോഴൊക്കെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. എപ്പോഴാണ് എല്ലും എച്ചും ഈക്വലായിട്ട് വരുന്നത്? ഈക്വലായിട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം മിഡിലെത്തി എന്നാണ്. അതല്ലെങ്കിൽ എച്ച് ലെസ്സായി വന്നു കഴിഞ്ഞാൽ, എല്ല് ഗ്രേറ്ററായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെൻറ്റർ പോയിന്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രണ്ട് കേസിലും നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പ്രോസസ്സ് ലൂപ്പിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇഫ് എസ് ഓഫ് എൽ പ്ലസ് പ്ലസ്, എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ എൽ എന്ന് പറയുന്ന എൽത്ത് ക്യാരക്ടർ എടുക്കും, അത് നോട്ട് ഈക്വൽ ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിലെ എച്ച്ത്ത് ക്യാരക്ടറായിട്ടാണ് കമ്പാരിസൺ നടക്കുന്നത്. അത് രണ്ട് നോട്ട് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് സ്ട്രിങ് പാലൻഡ്രോം അല്ല എന്ന്. അപ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ 0 കൊടുക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു പോയിക്കോളും. പിന്നീട് നമുക്ക് ആ പ്രോഗ്രാം കണ്ടിന്യൂ ഈ ലൂപ്പ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയില്ല. അതല്ല എങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ എസ് ഓഫ് എൽ എടുത്തതിന് ശേഷം പ്ലസ് പ്ലസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. എസ് ഓഫ് എച്ച് എഴുതിയതിൻ്റെ കൂടെ തന്നെ മൈനസ് മൈനസ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എച്ചിൻ്റെ വാല്യൂ അപ്പോൾ തന്നെ മൈനസ് മൈനസ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യുകയും ചെയ്യും. ഇത് പ്ലസ് പ്ലസ് സക്സീഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ക്യാരക്ടറിനെ ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇൻക്രിമെൻ്റ് നടക്കുക. രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ്. എൽ പ്ലസ് പ്ലസ് എച്ച് മൈനസ് മൈനസ്. പ്ലസ് പ്ലസ് എൽ എന്ന് കൊടുത്താൽ ഈ പ്രോഗ്രാം ശരിക്കും വർക്ക് ചെയ്യണമെന്നില്ല, തെറ്റായി പോവും. എൽ പ്ലസ് പ്ലസ് എന്ന് തന്നെ കൊടുക്കണം. ഇവിടെ നോക്കുക, ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒരു തവണ പോലും ഇത് നോട്ട് ഈക്വൽ അല്ല, ഈക്വൽ ആയിരുന്നുവെങ്കിൽ, നോട്ട് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുമല്ലോ. എല്ലാ കേസിലും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്ട്രിങ് പാലൻഡ്രോം ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു റിട്ടേൺ 1 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിട്ടേൺ 1 കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷനിലേക്ക് ഒരു 1 വാല്യൂ റിട്ടേൺ ആവും. ഈ ഫംഗ്ഷനിലേക്ക് വരുന്ന ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷനിൽ 1 ആണ് വരുന്നതെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യുക? ഇഫ് ഈസ് പാലൻഡ്രോം str. ഇവിടെ റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ 1 ആണെങ്കിൽ ഈ പ്രിന്റ് ഓഫ് ഇറ്റ് ഈസ് പാലൻഡ്രോം എന്ന് പ്രിന്റ് ചെയ്യും. 0 ആണ് വരുന്നതെങ്കിൽ എൽസ് പാർട്ട് ആണ് വർക്ക് ചെയ്യുക, നോട്ട് പാലൻഡ്രോം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് ഒരു സ്ട്രിങ്ങിന് പാലൻഡ്രോം ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്കിവിടെ കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്ട്രിങ് ലൈബ്രറി ഫങ്ഷൻസ് പ്രധാനപ്പെട്ടത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ സിൻടാക്സും പ്രോഗ്രാംസിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതുപയോഗിച്ച് എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് എന്നും നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത്രയും സമയം ഈ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീണ്ടും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.